ഉച്ചയ്ക്ക് ഇന്നലെ ഒരു തട്ടിക്കൂട്ടി ഒപ്പിക്കൽ പരിപാടിയായിരുന്നു. അതുകൊണ്ട് രാത്രിക്കാ നിന്ന് ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്നത്. അനിയേട്ടൻ ഇന്ന് പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന മീൻ ഇതാ പുഴമാലാനാന്ന് കേട്ടാ. അതിനേക്കാളും കിടിലൻ സാധനം ഇവിടെ ഉണ്ടായതുകൊണ്ട് അത് നേരെ ഫ്രിഡ്ജിലങ്ങ് കയറ്റി. പിന്നെ ചോറിന് വെച്ച വെള്ളം നന്നായിട്ട് ചൂടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിനി. അതിലേക്ക് അരിയും കഴുകിയിട്ടു. അപ്പത്തേക്കും അമ്മ ഇതാ പണിയെല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അമ്മയോട് വർത്താനം പറഞ്ഞുകൊണ്ടാന്ന് പച്ചക്കറിയെല്ലാം മുറിച്ചത്. ഇന്ന് കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടാ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിനി. അതിലേക്ക് അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിവെള്ളം ഇത്രയും ഒഴിച്ചിട്ട് ഒരു വിസിൽ അടിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതച്ഛൻ തോട്ടുന്ന ചൂണ്ടിയിട്ട് പിടിച്ചോണ്ടെന്ന മീനാണ്. ഇതിന്റെ പേര് വന്ന് മടമുശു. അത് പറ്റിക്കാൻ വേണ്ടിട്ട് അരവലം തേച്ച് അടുപ്പത്താക്കുമ്പോഴത്തേക്കും അമ്മമ്മി മോനും ദാ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. അവരാടുന്ന് കളിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ലൂബ്രിക്കേഷൻ സാമ്പാറിനില്ലേ തേങ്ങ വറുത്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പരിപ്പ് ഇതിനും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആവുമ്പം അതിലേക്ക് ആവശ്യത്തിന് ഉലുവ, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വറുത്തരച്ച തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കുമ്പം അതിലേക്ക് കടുവും കറിവേപ്പിലയും കൂടി വറുത്തിടുക. ലാസ്റ്റ് സാമ്പാർ പൊടിയും കൂടി വേണ്ടുന്നവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടാ. ആ സമയം കൊണ്ട് നമ്മളെ മീൻ പൊരിച്ചത് ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടോടെ കുറച്ച് സാമ്പാറും മീൻ പൊരിച്ചതും അമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലാക്കി നോക്കുമ്പോൾ ഇതാ അമ്മ ഇരുന്നുറങ്ങുന്നത്. കുറെ നാൾ കൂടിയിട്ട് ഇന്ന് അമ്മ വാർപ്പിന്റെ പണിക്കാന്ന് പോയിട്ടുണ്ടായിനി. വെയിലത്ത് ആ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ് കേട്ടാ. പിന്നെ ഞാൻ വേഗം അമ്മക്ക് കറി കൊടുത്തു. അമ്മ കറി കൊടുത്തിട്ട് അച്ഛന്റെ കൂടെ കഴിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാനും വേഗം ചോറ് വിളമ്പി നാലാളും ഒരുമിച്ചിരുന്ന് കഴിച്ചു.